1 മുതൽ 6 വരെയുള്ള വാക്യങ്ങളിൽ യേശുവിനെ പിടിക്കാൻ വേണ്ടി, അറസ്റ്റ് ചെയ്യാൻ വേണ്ടി നടക്കുന്ന വലിയൊരു ഗൂഢാലോചന നമുക്ക് 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങളിൽ കാണാം. 7 മുതൽ 23 വരെയുള്ള വാക്യങ്ങളിൽ കർത്താവിൻ്റെ മേശ, അന്ത്യത്താഴം നമുക്ക് കാണാം. അതിൽ 24 മുതൽ 38 വരെയുള്ള വാക്യത്തിൽ, ലൂക്കോസ് 22 24 മുതൽ 38 വരെയുള്ള വാക്യത്തിൽ ഞങ്ങളുടെ കൂട്ടത്തിൽ ആരാണ് വലിയവൻ, ആരാണ് ചെറിയവൻ എന്ന വലിയ തർക്കം നടക്കുന്നത് നമുക്ക് കാണാം. ഇതെല്ലാം നടക്കുന്നത് ഒരൊറ്റ ദിവസമാണ്. ലൂക്കോസ് 22 39 മുതൽ 46 വരെയുള്ള വാക്യങ്ങളിൽ യേശു കർത്താവ് ഗെത്സമന തോട്ടത്തിൽ പ്രാർത്ഥിക്കുന്ന അതിശ്രദ്ധേയമായ, അതിശക്തമായ പ്രാർത്ഥന നിങ്ങൾക്ക് കാണാം. 47 മുതൽ 53 വരെയുള്ള വാക്യങ്ങളിൽ യേശു കർത്താവിനെ പടയാളികൾ, പട്ടാളക്കാർ പിടിക്കുവാനായി ഇറങ്ങി വരുന്ന കാഴ്ച നിങ്ങൾക്ക് കാണാം. അങ്ങനെ യേശുവിനെ പിടിക്കുവാനുള്ള ഗൂഢാലോചന അന്ന് രാത്രിയിൽ നടക്കുന്നു. അന്ത്യത്താഴം അന്ന് രാത്രിയിൽ സംഭവിക്കുന്നു. ഞങ്ങളുടെ കൂട്ടത്തിൽ ആരാണ് വലിയവൻ, ആരാണ് ചെറിയവൻ എന്ന തർക്കം ശിഷ്യന്മാരുടെ ഇടയിൽ നടക്കുന്നു. ഇതിൻ്റെ എല്ലാം മധ്യയിൽ ഒരു കല്ലേറു ദൂരത്തോളം വാങ്ങിപ്പോയി മുട്ടുകുത്തി പിതാവിനോട് പ്രാർത്ഥിക്കുന്ന ചോരത്തുള്ളികൾ, വിയർപ്പ് ഒരു മനുഷ്യൻ്റെ ശരീരത്തിൽ നിന്ന് ഒഴുകുന്ന പോലെ ചോരത്തുള്ളികൾ പൊടിഞ്ഞുകൊണ്ട് മാനവകുലത്തിൻ്റെ, എൻ്റെ, നിങ്ങളുടെ, നമ്മുടെ പാപവും ശാപവും രോഗവും എല്ലാം വഹിച്ചുകൊണ്ട് വ്യഥ അനുഭവിക്കുന്ന വ്യഥയുടെ ഗെത്സമനയിലെ പ്രാർത്ഥന നമുക്ക് കാണാം. ഇതിനെല്ലാം ഏറ്റവും ഒടുവിൽ പട്ടാളക്കാർ, പടയാളികൾ യേശുവിനെ പിടിക്കുവാൻ വരുന്നത് നമുക്ക് കാണാം. ഈ കർത്താവിൻ്റെ മേശയോടുള്ള ബന്ധത്തിൽ എന്താണ് ലൂക്കോസ് 22 പ്രാധാന്യത? നിങ്ങൾക്കറിയുമോ? തിരുമേശ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് സഭയ്ക്ക് നൽകുമ്പോൾ പൗലോസ് 1 കൊരിന്ത്യർ 11 26 വാക്യത്തിൽ ഈ ശുശ്രൂഷയെക്കുറിച്ച് പറഞ്ഞത് ഇങ്ങനെയാണ്: അങ്ങനെ നിങ്ങൾ ഈ അപ്പം തിന്നുകയും പാനപാത്രം കുടിക്കുകയും ചെയ്യുമ്പോഴൊക്കെയും കർത്താവ് വരുവോളം അവൻ്റെ മരണത്തെ പ്രസ്താവിക്കുന്നു. യേശു നമുക്ക് വേണ്ടി മരിച്ചെന്നും യേശുവിനായി ജീവിക്കുന്ന വിശുദ്ധ സഭയെ, ജനത്തെ ചേർക്കുവാൻ യേശു മടങ്ങി വരുമെന്നും ആ ഒരൊറ്റ വാക്യത്തിൽ കാണുന്നു. ഒന്ന് കർത്താവ് വരുവോളം മരണത്തെ, ഒന്ന് കർത്താവ് പറഞ്ഞ് കർത്താവ് വരും, യേശു മടങ്ങി വരും. അപ്പോൾ യേശു മടങ്ങി വരും എന്ന ഒരു ദൂത് ആ വാക്യത്തിൽ കിടക്കുമ്പോൾ തന്നെ ഈ തിരുമേശ കർത്താവിൻ്റെ മരണത്തെ ഉറപ്പിക്കുന്നതാണ്. ഗെത്സമനയുടെ തോട്ടത്തിൽ യേശു കർത്താവ് പ്രാർത്ഥിക്കുന്ന ആ ഭാഗത്തിലേക്ക് ഞാൻ വരുന്നു. ലൂക്കോസ് 22 39 മുതൽ 46 വരെയുള്ള ഭാഗങ്ങൾ. പിന്നെ അവൻ പതുപോലെ ഒലൂമലയ്ക്ക് പുറപ്പെട്ടു പോയി, ശിഷ്യന്മാരും അവനെ അനുഗമിച്ചു. അത് ഒരു പതിവായിരുന്നു. ആ പതിവ് കർത്താവ് തെറ്റിക്കുകയില്ലായിരുന്നു. യേശു കർത്താവ് 2 കാര്യങ്ങൾ പതിവായി ചെയ്തു. പറഞ്ഞേ, 2 കാര്യങ്ങൾ യേശു പതിവായി ചെയ്തു. ഒന്ന്, ബൈബിൾ പറയുന്നുണ്ട്, അവൻ പതിവ് പോലെ ദേവാലയത്തിൽ ചെന്നു. അപ്പൊ യേശു കൃത്യമായി ചർച്ചിൽ പോകുമായിരുന്നു. 2, ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു, അവൻ പതിവ് പോലെ ഒലൂമലയ്ക്ക് പുറപ്പെട്ടു പോയി. അപ്പൊ കൃത്യമായി മിക്ക ദിവസങ്ങളിലും ഒലൂമലയിൽ പോയിരുന്ന് യേശു പ്രാർത്ഥിക്കുമായിരുന്നു. അപ്പൊ പള്ളി പോകുന്നതും പ്രാർത്ഥിക്കുന്നതും പതിവായിരുന്നു. അടുത്തിരിക്കുന്ന ആളോട് പറഞ്ഞേ, നിങ്ങൾക്കത് പതിവായിരിക്കണം. പള്ളി പോകുന്നതും ചർച്ചിൽ പോകുന്നതും പ്രാർത്ഥിക്കുന്നതും യേശു പതിവ് പോലെ ചെയ്തു. വല്ലപ്പോഴും ചർച്ചയിൽ വരുന്നവരുണ്ട്, വല്ലപ്പോഴും പ്രാർത്ഥിക്കുന്നവരുണ്ട്. അങ്ങനല്ല, നിങ്ങളുടെ സഭായോഗങ്ങളെ നിങ്ങൾ ഉപേക്ഷയായി വിചാരിക്കരുത് എന്ന് ദൈവത്തിൻ്റെ വചനം അറിയിക്കുമ്പോൾ, എനിക്കറിയാം ഈ ചർച്ചിൽ വളരെ ചൂടുള്ള സമയത്തും പെരുമഴയത്തും
വിവിധ ബസ്സുകൾ കയറിയും ഒക്കെ ഒരാരാധന പോലും മുടക്കാതെ കടന്നു വരുന്ന പ്രിയപ്പെട്ടവരുണ്ട്. നമ്മുടെ കർത്താവ് അങ്ങനെ തന്നെയായിരുന്നു. അവൻ പതിവ് പോലെ ദേവാലയത്തിൽ പോകുന്നവനായിരുന്നു. അവൻ എല്ലാ ദിവസവും പതിവായി പ്രാർത്ഥിക്കുന്നവനായിരുന്നു. ആ യേശുവിനെ സേവിക്കുന്നവർ കൈകളെ ഉയർത്തി ഒരു ഹല്ലേലൂയ പറയാം. ആമേൻ. യേശു കർത്താവ് ആ സ്ഥലത്തെത്തിയപ്പോൾ നിങ്ങൾ പരീക്ഷയിൽ അകപ്പെടാതിരിക്കാൻ പ്രാർത്ഥിപ്പീൻ എന്ന് പറഞ്ഞു. താൻ അവരെ വിട്ടൊരു കല്ലേറു ദൂരത്തോളം വാങ്ങിപ്പോയി മുട്ടുകുത്തി, പിതാവേ, നിനക്ക് കഴിയുമെങ്കിൽ, മനസ്സുണ്ടെങ്കിൽ ഈ പാനപാത്രം എങ്കിൽ നിന്ന് നീക്കണം, എങ്കിലും എൻ്റെ ഇഷ്ടമല്ല, നിന്റെ ഇഷ്ടം തന്നെ ആകട്ടെ എന്ന് പ്രാർത്ഥിച്ചു. അവനെ ശക്തിപ്പെടുത്തുവാൻ സ്വർഗത്തിൽ നിന്ന് ഒരു ദൂതൻ പ്രത്യക്ഷനായി. ഞാൻ എൻ്റെ അധരം കൊണ്ടൊരു വാക്ക് ഡിക്ലെയർ ചെയ്യുകയാണ്. കർത്താവേ, എൻ്റെ കൊതിയല്ല, നിന്റെ ഹിതം മതി, എൻ്റെ കൊതിയല്ല, നിന്റെ ഇഷ്ടം മതി എന്ന് പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിക്ക് വേണ്ടി സ്വർഗം തൻ്റെ ദൂതനെ അയച്ച് അവനെ ബലപ്പെടുത്തും, അവനെ ശക്തീകരിക്കും. ഹല്ലേലൂയ. പിതാവേ, നിന്റെ പെർഫെക്റ്റ് വിൽ, നിന്റെ ഇഷ്ടം എന്നിൽ സംഭവിച്ചാൽ മതി എന്ന് പ്രാർത്ഥിക്കുന്ന പുത്രനെ നിങ്ങൾക്ക് കാണാം. അവിടെ ദൂതന്മാർ പ്രത്യക്ഷപ്പെടുകയാണ്. യേശു കർത്താവിൻ്റെ സബ്മിഷൻ നമുക്കിവിടെ ദർശിക്കാൻ കഴിയുന്നു. നിങ്ങൾ ഈ തിരുമേശ ഇതിൽ ഇന്ന് പങ്കെടുക്കാൻ ഇവിടെ വന്നിരിക്കുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഇത് ഒരു ടൈറ്റിൽ കൊണ്ട്, ഒരു തലക്കെട്ട് കൊണ്ട് തീരുന്ന ഒന്നല്ല. ഈ ശുശ്രൂഷ ഇവിടെ ഉണ്ടാകാൻ പുത്രന്റെ ഒരു വലിയ വിധേയത്വം ഉണ്ടായിരുന്നു. പുത്രൻ അന്ന് പിതാവിന് വിധേയപ്പെട്ടില്ലായിരുന്നെങ്കിൽ ഒരിക്കലും അവൻ അനുസരണമുള്ള പുത്രനായിരുന്നില്ലായിരുന്നെങ്കിൽ ഞാൻ നിങ്ങൾ വിടുവിക്കപ്പെടുകയില്ല. ദൈവത്തിൻ്റെ പദ്ധതി ഒരിക്കലും നടക്കുകയില്ല. കാൺമീൻ, നാം ദൈവമക്കളെന്ന് വിളിക്കപ്പെടാൻ നമ്മളിവിടെ ഉണ്ടാകുകയില്ലായിരുന്നു. നമ്മൾ ഇന്നും ജാതികളായി ദൂരസ്ഥരായി കിടന്നേനെ. എന്നാൽ മുമ്പേ ദൂരസ്ഥരായിരുന്ന നമ്മെ യേശു ക്രിസ്തു മുഖാന്തരം പിതാവായ ദൈവം സമീപസ്ഥരാക്കി തീർത്തതിൻ്റെ കാരണം പുത്രന്റെ അനുസരണമാണ്, പുത്രന്റെ വിധേയത്വമാണ്, സബ്മിഷനാണ്. രണ്ടാമതായിട്ട് നമുക്കതിൻ്റെ 40-ാമത്തെ വാക്യത്തിൽ ഈ പരീക്ഷയിൽ അകപ്പെടാതിരിക്കാൻ എന്ന് പറയുന്നുണ്ട്. റെസിസ്റ്റിംഗ് ടെംപ്റ്റേഷൻ. ടെംപ്റ്റേഷൻസ് ഉള്ള എത്ര പേരുണ്ട് ഇവിടെ? പ്രലോഭനം, ഇങ്ങനെ പലതും ഇങ്ങനെ കാണാൻ, കേൾക്കാൻ, പറയാൻ, പെട്ടെന്ന് ഇങ്ങനെ ഒരു ദേഷ്യമൊക്കെ ഇങ്ങനെ പെട്ടെന്ന് വരുന്ന പോലെ എല്ലാവർക്കും ടെംപ്റ്റേഷൻസ് ഉണ്ട്. ഏലിയാവിൻ്റെ കാലത്ത് ദൈവം ഒരു കാക്കയെ തിരഞ്ഞെടുത്തു. എന്തിനു വേണ്ടിയാ? ഏലിയാവിന് അപ്പവും ഇറച്ചിയും കൊണ്ടു കൊടുക്കാൻ. നമുക്കറിയാം, ഏലിയാവിന് വേണ്ടി ദൈവം തിരഞ്ഞെടുത്ത കാക്ക കൃത്യമായി അപ്പവും ഇറച്ചിയും ഏലിയാവിന് തന്നെ കൊണ്ടു കൊടുത്തു. ഏതെങ്കിലും ഒരു കാക്കയുടെ കയ്യിൽ എന്തേലും ഒരു സാധനം കിട്ടിയാൽ അത് കൃത്യ സ്ഥലത്തെത്തുമോ? ഏലിയാവിന് വേണ്ടി ദൈവം തെരഞ്ഞെടുത്ത കാക്ക, അതിന് കൊതിയുണ്ട്. അതിന്റെ ചുണ്ടിലോട്ട് ഈ അപ്പോ ഇറച്ചിയും കയറിയപ്പം ഉറപ്പായിട്ടും അതിന്റെ ടേസ്റ്റ് അതിനടിക്കുന്നുണ്ട്. കാക്കയ്ക്ക് അത് എവിടെയെങ്കിലും കൊണ്ടുപോയി മരച്ചില്ലയിൽ വെച്ച് കൊത്തി വലിച്ച് തിന്നണമെന്നുണ്ട്. പക്ഷേ ഇപ്പോൾ ഏലിയാവിന്റെ അടുക്കിലേക്ക് പോകുന്ന ഈ കാക്ക ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട ഒന്നാണ്. അതുകൊണ്ട് ആ കാക്കയ്ക്കൊറ്റ ലക്ഷ്യമേ ഉള്ളൂ, എന്റെ കൊതി അല്ല നടക്കേണ്ടത്, ദൈവത്തിന്റെ ഹിതമാണ് നടക്കേണ്ടത്. നിങ്ങൾക്കറിയാമോ, സ്വന്തം കൊതിക്കു വേണ്ടി ആ കാക്ക ആ അപ്പവും ഇറച്ചിയും ഏതെങ്കിലും മരച്ചില്ലയിൽ കൊണ്ടുപോയി വെച്ച് ഏലിയാവിന്റെ അടുക്കൽ എത്തിക്കേണ്ട ഫുഡ് തന്നെത്താൻ കൊത്തി വലിച്ചു തിന്നിരുന്നെങ്കിൽ ഈ കാക്ക ബൈബിളിൽ വരുവോ? പറ. നിങ്ങളെക്കുറിച്ച് ആരെങ്കിലും എന്തെങ്കിലും പാട്ട് എഴുതിയിട്ടുണ്ടോ? ഈ കാക്കയെ കുറിച്ച് എത്ര പാട്ടുണ്ടെന്നറിയാവോ? എന്തുമാത്രം പ്രസംഗം ഉണ്ടെന്നറിയാം. ഭക്ഷണമില്ലാതെ വാടി കുഴഞ്ഞിടുമ്പോൾ
ഭക്ഷണമായി കാകനന്റെ അരികിൽ വരും. അപ്പവും ഇറച്ചീവ ജീവ ഉറവയിൻ തോടനിക്കു. ഭക്ഷണമില്ലാതെ വാടി കുഴഞ്ഞിടുമ്പോൾ ഭക്ഷണമായി കാകനന്റെ അരികിൽ വരും. കണ്ടോ, ആ കാക്കയെ കുറിച്ച് പാട്ടുണ്ടോ? ആ കാക്ക ഇപ്പൊ ബൈബിളിലുണ്ടോ? ഇത് ബൈബിളിൽ വന്നതും ഇതിന്റെ പേരിൽ പാട്ടുണ്ടായതും ദൈവത്തോട് കാണിച്ച അനുസരണമാണ്. ഒന്ന് കൈയടിച്ച് കർത്താവിന് നന്ദി പറഞ്ഞേ. നീ ഒരു ചരിത്രമായി തീരുന്നത് നിന്റെ കളർ കൊണ്ടല്ല, നിന്റെ ശബ്ദം കൊണ്ടല്ല. കാക്കയുടെ കളർ എല്ലാവർക്കും ഇഷ്ടമല്ല, ശബ്ദവും എല്ലാവർക്കും ഇഷ്ടമല്ല. പക്ഷേ കളർ ഇവിടെ വിഷയമല്ല, ശബ്ദം ഇവിടെ വിഷയമല്ല. ദൈവത്തെ അനുസരിക്കുന്നവൻ ഒരു ചരിത്രമാകും. ദൈവത്തെ അനുസരിക്കുന്നവൻ ഒരു അനുഗ്രഹമാകും. യേശുവിൻ നാമത്തിലാകും. Resisting the temptations. നിങ്ങളുടെ അകത്ത് വരുന്ന എല്ലാ ടെംപ്ടേഷനെയും നിങ്ങൾ ഈ തിരുമേശയുടെ മുമ്പിൽ ബ്രേക്ക് ചെയ്യണം. എന്തെങ്കിലുമൊക്കെ ദുർസ്വഭാവങ്ങൾ നിങ്ങൾക്ക് വീണ്ടും വീണ്ടും വിട്ടതിലേക്കോ ഉപേക്ഷിച്ചതിലേക്കോ ഒക്കെ പോകാൻ തോന്നുന്നുണ്ടോ? വിട്ടുകളഞ്ഞതിലേക്ക് തിരിയാൻ തോന്നുന്നുണ്ടോ? ചില സമയങ്ങളിലൊക്കെ പതുക്കെ ഇങ്ങനെ കയറി വരുന്നത് പോലെ തോന്നുന്നുണ്ടോ? ഒന്ന് കൈ ഉയർത്തി പ്രാർത്ഥിച്ചേ. ടെംപ്ടേഷനെ ജയിക്കാൻ യേശു പറഞ്ഞ ഒറ്റ ഒരു വഴിയേ ഉള്ളൂ. പരീക്ഷയിൽ അകപ്പെടാതിരിക്കാൻ നിങ്ങൾ പ്രാർത്ഥിക്കണം. പ്രാർത്ഥന കുറയുമ്പം ടെംപ്ടേഷൻ കൂടും. പ്രാർത്ഥന കൂടുമ്പോൾ ടെംപ്ടേഷൻ നിങ്ങളെ വിട്ടുപോകും. പ്രാർത്ഥന കുറയുമ്പോൾ പല പ്രലോഭനങ്ങളും നിങ്ങൾക്കുണ്ടാകും. പ്രാർത്ഥന വർദ്ധിക്കുമ്പോൾ പ്രലോഭനങ്ങൾ നിങ്ങളെ വിട്ടുപോകും. എല്ലാ ഈവിൾ ടെംപ്ടേഷൻസിനെയും, എല്ലാ പൈശാചിക പ്രലോഭനങ്ങളെയും, ജഡത്തിൽ ഉയരുന്ന സകല ഈവിൾ ടെംപ്ടേഷനെയും യേശുവിൻ നാമത്തിൽ ഞാൻ ബ്രേക്ക് ചെയ്യുകയാണ്. Number 1, the Gethsemane is a place of submission and resisting the temptation. 42ാമത്തെ വാക്യത്തിൽ കാണുന്നുണ്ട്, കർത്താവിന്റെ സന്നിധിയിൽ, പിതാവിന്റെ സന്നിധിയിൽ തന്റെ ആവശ്യത്തെ യേശു വയ്ക്കുന്നു. 43ാം വാക്യത്തിൽ ദൂതന്മാർ ശക്തീകരിക്കുന്നു. 44ാം വാക്യത്തിൽ വിയർപ്പ് തുള്ളി പോലെ ചോര പൊടിയുന്നു. 45, 46 വാക്യത്തിൽ ശിഷ്യന്മാരോട് ചോദിക്കുന്നു, നിങ്ങൾ ഉറങ്ങുന്നത് എന്താണ്? ഗെത്സമനയിലെ വിധേയത്വവും ഗെത്സമനയിലെ പ്രാർത്ഥനയും ഗെത്സമനയിലെ യേശു കർത്താവിന് പിതാവിൻ്റെ മുമ്പിലുള്ള തൻ്റെ ആറ്റിറ്റ്യൂഡും ഇന്ന് ഈ തിരുവത്താഴ ശുശ്രൂഷയിൽ നമുക്ക് മറക്കാൻ പറ്റുകയില്ല. കാരണം കർത്താവ് വരുവോളം തൻ്റെ മരണത്തെയാണ് ഇത് പ്രസ്താവിക്കുന്നത്. തൻ്റെ മരണത്തെയാണ് ഇത് ഓർമ്മിപ്പിക്കുന്നത്. ഗെത്സമന ക്രിസ്തുവിൻ്റെ ക്രൂശീകരണത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. നിങ്ങളുടെ ജീവിതത്തിലും പ്രലോഭനങ്ങളുടെ ഗെത്സമന നിങ്ങൾ അനുഭവിക്കുന്നെങ്കിൽ, ഒറ്റപ്പെടലിൻ്റെ ഗെത്സമന നിങ്ങൾ അനുഭവിക്കുന്നെങ്കിൽ, തിരസ്കരണത്തിൻ്റെ ഗെത്സമനകൾ നിങ്ങൾ അനുഭവിക്കുന്നെങ്കിൽ, കൂടെ നിന്നവർ, ചേർന്ന് പ്രാർത്ഥിക്കേണ്ടവർ, ഒപ്പം നിൽക്കേണ്ടവർ പോലും നിങ്ങളെ വിട്ട് ഓടിപ്പോകുന്ന ഒറ്റപ്പെടലിൻ്റെ ഒരു ഗെത്സമന നിങ്ങൾ അനുഭവിക്കുന്നെങ്കിൽ, ഈ ഗെത്സമന കൊണ്ടോ ഈ ക്രൂശീകരണം കൊണ്ടോ ഖബറിൽ കല്ലറയിലുള്ള അടക്കം കൊണ്ടോ നിന്റെ മേലുള്ള ദൈവിക പദ്ധതികൾ അവസാനിക്കുന്നതല്ല. ഈ ഗെത്സമനയ്ക്കപ്പുറത്ത് എനിക്കൊരു ഉയർപ്പുണ്ട് എന്ന് വിശ്വസിക്കുന്ന ദൈവമക്കൾ ഒന്ന് കൈകളെ അടിച്ച് കർത്താവിന് നന്ദി പറയാമോ? ഈ ഗെത്സമനയ്ക്കപ്പുറത്ത്, ഇന്ന് ഞാൻ ഫേസ് ചെയ്യുന്ന ഈ പ്രതിസന്ധികൾക്കപ്പുറത്ത്, ഇന്ന് ഞാൻ ഫേസ് ചെയ്യുന്ന ഈ പ്രതികൂലത്തിനപ്പുറത്ത് എൻ്റെ ദൈവം എനിക്ക് വെച്ചിരിക്കുന്ന ഒരു ഉയർപ്പുണ്ട്. കൈ കൊടുത്ത് പറഞ്ഞ്, ഗെത്സമന കണ്ടോണ്ട് കളഞ്ഞിട്ട് പോവല്ലേ പറഞ്ഞേ. ഹല്ലേലൂയ. ഗെത്സമന കണ്ടോണ്ട് കളഞ്ഞിട്ട് പോകരുത്. ഗെത്സമനയിൽ പ്രാർത്ഥിച്ചവൻ, ഗെത്സമനയിൽ പിറുപിറുത്തവനല്ല, ഗെത്സമനയിൽ എന്നോട് ഇങ്ങനെ കാണിച്ചെന്ന് ചോദിച്ചവനല്ല, ഗെത്സമനയിൽ പ്രാർത്ഥിച്ചവൻ,
ഗതശമനയുടെ അനുഭവത്തിൽ ഏൽപ്പിച്ചു കൊടുത്തവൻ, ഗതശമനയിൽ വിധേയപ്പെട്ടിരുന്നവൻ, യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ലോകം കാണെ അവനൊരു ഉയർപ്പുണ്ട്. ഞാൻ നിങ്ങളോട് പ്രവചിക്കുകയാണ്, നിനക്കും നിന്റെ കുടുംബത്തിനും ഒരു ഉയർപ്പുണ്ട്. നിനക്കും നിന്റെ തലമുറയ്ക്കും ഒരു ഉയർപ്പുണ്ട്. യേശുവിന്റെ നാമത്തിൽ, നസ്രയനായ യേശുവിൻ നാമത്തിൽ നിന്റെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും അടയപ്പെട്ട കല്ലറയല്ല, ചുമക്കപ്പെട്ട ക്രൂശല്ല, വീണ് കിടക്കുന്ന ഗത്സമനയല്ല. ആമേൻ. ദൈവത്തിന്റെ മേഘം ഇറങ്ങി വന്ന് സ്വർഗാരോഹണം ചെയ്യുന്ന അനുഭവങ്ങളുണ്ട്. പക്ഷേ ഗത്സമനയിൽ കളഞ്ഞിട്ട് പോകരുത്. പെസഹായുടെ സെലിബ്രേഷന് ശേഷം ഗതശമനയുടെ വ്യഥകളിൽ ഏൽപ്പിച്ചു കൊടുത്ത പുത്രൻ ഗതശമനയിൽ നിന്ന് ക്രൂശീകരണത്തിലേക്ക് വലിച്ചിഴക്കപ്പെട്ട പുത്രൻ ആ സമയങ്ങളിൽ ഒരിക്കലും താൻ റിഗ്രറ്റ് ചെയ്യുന്നില്ല. താൻ ഒരു കാര്യം പിതാവിനോട് പറഞ്ഞു, പിതാവേ, എന്റെ ഇഷ്ടം അല്ല, അവിടുത്തെ ഇഷ്ടം എന്നിൽ സംഭവിക്കട്ടെ. എന്റെ ഇഷ്ടത്തിന് ഞാൻ നിന്നാൽ അതിനൊരു പരിധിയുണ്ട്, എന്റെ ഇഷ്ടം നടപ്പായാൽ അതിനൊരു പരിമിതിയുണ്ട്. പക്ഷെ ദൈവത്തിന്റെ ഇഷ്ടം എന്നിൽ സംഭവിച്ചാൽ അതിന് പരിധി കാണുകയില്ല, അതിന് പരിമിതി കാണുകയില്ല. ഞാൻ ഇവിടെ ഇരിക്കുന്നവരെ ആത്മാവിൽ വിവേചിച്ചുകൊണ്ട് പരിശുദ്ധാത്മാവിൽ പറയുന്നു, കർത്താവേ, എൻ്റെ ജീവിതത്തിൽ നിന്റെ ഹിതം നടന്നാ മതി എന്ന് പ്രാർത്ഥിച്ചവർ ഇതിനകത്തിരിപ്പുണ്ട്. അവരോട് ഞാൻ ഇങ്ങനെ പ്രവചിക്കുന്നു, പരിധികളില്ലാതെ, പരിമിതികളില്ലാതെ, അതിർവരമ്പുകളില്ലാതെ എൻ്റെ ദൈവത്തിന് നിന്നെ ഉയർത്താൻ മാനിക്കാൻ കഴിയും. In the name of Jesus. ദൈവത്തിന്റെ ഹിതത്തിന് വേണ്ടി നിന്ന പുത്രൻ, നിങ്ങൾക്കറിയാമോ, തമ്പുരാന്റെ ഇഷ്ടത്തിന് വേണ്ടി ഏൽപ്പിച്ചു കൊടുത്തവൻ. എല്ലാരും കളിയാക്കി, എല്ലാരും പരിഹസിച്ചു, എല്ലാരും പുച്ഛിച്ചു, എല്ലാരും ഒറ്റപ്പെടുത്തി. പരിഹാസം കേൾക്കുന്നവർ ഇന്ന് ഈ ആലയത്തിൽ ഇരിപ്പുണ്ടോ? ഒറ്റപ്പെടുന്നവർ ഇതിനകത്ത് ഇരിപ്പുണ്ടോ? എല്ലാവരും പരിഹസിച്ചു, എല്ലാവരും തലകുലുക്കി ചിരിച്ചു, എല്ലാവരും തുപ്പാൻ പറ്റുന്നവനെല്ലാം തുപ്പി, അടിക്കാൻ പറ്റുന്നവനെല്ലാം അടിച്ചു, ചീത്ത പറയാൻ പറ്റുന്നവനെല്ലാം ചീത്ത പറഞ്ഞു, വഴിയെ പോകുന്നവൻ വരെ കളിയാക്കി. പക്ഷെ നീ കളിയാക്കിക്കോ, നീ പരിഹസിച്ചോ, നീ പരിഹസിച്ചതിനും നീ കളിയാക്കിയതിനും അപ്പുറത്ത് എന്റെ മേൽ കിടക്കുന്ന ഒരു വാഗ്ദത്തമുണ്ട്. ആ വാഗ്ദത്തം എന്നിൽ നിവർത്തിക്കപ്പെടും. യേശുവിന്റെ നാമത്തിൽ അത് സംഭവിക്കും. നിങ്ങൾക്കറിയാം പ്രിയപ്പെട്ടവരെ, യേശു ജനിച്ചതും രാജാവായിട്ടാ, യേശു മരിച്ചതും രാജാവായിട്ടാ, ഇന്നും അവൻ രാജാവാ, ഇനി അവൻ വരാൻ പോകുന്നതും രാജാധിരാജാവായിട്ടാ. അപ്പോ നിങ്ങൾ എന്നോട് ചോദിക്കും, പാസ്റ്റർ, യേശു ക്രൂശിൽ കിടക്കുന്ന കിടപ്പ് കണ്ടാൽ രാജാവിനെ പോലെ അല്ലല്ലോ നമുക്ക് തോന്നുന്നേ, കണ്ട സങ്കടം തോന്നുകയല്ലേ, സങ്കടം തോന്നുകയല്ലേ? ഹല്ലേലൂയ. നിങ്ങൾക്കറിയാം, അന്നൊരു സംഭവം ഉണ്ടായി. ആ സംഭവം വിശുദ്ധ വേദപുസ്തകത്തിൽ ഈ യോഹന്നാന്റെ സുവിശേഷം 19 അധ്യായത്തിലാണ്. യോഹന്നാൻ 19:19 മുതൽ വായിച്ച്. പീലാത്തോസ് ഒരു മേലെഴുത്ത് എഴുതി ക്രൂശിന്മേൽ പതിപ്പിച്ചു. അതിൽ നസ്രയനായ യേശു യഹൂദന്മാരുടെ രാജാവ് എന്ന് എഴുതിയിരുന്നു. പീലാത്തോസ് ഒരു മേലെഴുത്ത് എഴുതി, എന്നിട്ട് അത് ക്രൂശിന്റെ മേളിൽ പതിപ്പിച്ചു. നസ്രയനായ യേശു യഹൂദന്മാരുടെ രാജാവ് എന്ന് അതിനകത്ത് എഴുതി. ജീസസ് ഓഫ് നസ്രയേത്ത്, ദ കിങ് ഓഫ് ദ ജ്യൂസ്. ഉടനെ എന്നാ അവിടെ സംഭവിച്ചതെന്നറിയോ? 20-ാമത്തെ വാക്യത്തിൽ യേശുവിനെ ക്രൂശിച്ച സ്ഥലം നഗരത്തിന് സമീപമാകിയാൽ അനേകം യഹൂദന്മാർ ഈ മേലെടുത്ത് വായിച്ചു. അത് എബ്രായ, റോമ, യവന ഭാഷകളിൽ എഴുതി വെച്ചു. എന്നെ കേൾക്കുന്നുണ്ടോ? എന്ന് വെച്ചാൽ ഈ ബോർഡ്, കർത്താവിന്റെ ക്രൂശിന്റെ മുകളിൽ യഹൂദന്മാരുടെ രാജാവ്, ഈസ് ദ കിങ്, ഇവൻ രാജാവാണ് എന്ന് എഴുതി വെച്ച ബോർഡ് ഒന്നാമതായി 3 ഭാഷയിൽ എഴുതി. അന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട 3 ഭാഷകളിൽ ഈ ബോർഡ് എഴുതി.
2, ഇതൊരു പട്ടണമായിരുന്നു. ഈ വഴി പോകുന്നവർക്കെല്ലാം ഈ ബോർഡ് വായിക്കായിരുന്നു. ഉടനെ 21-ാമത്തെ വാക്യത്തിൽ പറയുന്നു, ഈ യഹൂദന്മാരും മഹാപുരോഹിതന്മാരും പീലാത്തോസിനോട് വന്നു പറഞ്ഞു, യഹൂദന്മാരുടെ രാജാവെന്നല്ല, ഞാൻ യഹൂദന്റെ രാജാവെന്ന് അവൻ പറഞ്ഞുകൊണ്ട് നടന്നവനാ എന്നാ എഴുതണ്ടിയെന്ന് പറഞ്ഞു. ബോർഡിനകത്ത് എഴുതേണ്ടത് യഹൂദന്റെ രാജാവെന്നല്ല. എന്താ പീലാത്തോസെ നിങ്ങൾ കാണിച്ചേ? ഇവൻ യഹൂദന്മാരുടെ രാജാവാണ് എന്നിവൻ പറഞ്ഞുകൊണ്ട് നടന്നവനാ എന്ന് കളിയാക്കി എഴുതാനല്ലേ പറഞ്ഞേ. ഇങ്ങനെ ബോർഡ് എഴുതി വെക്കുമെന്ന് ഞങ്ങൾ വിചാരിച്ചോ? ഉടനെ പീലാത്തോസ് പറഞ്ഞു, ഞാൻ എഴുതിയത് എഴുതി, ഇനി അത് മാറ്റാൻ പറ്റൂല. കാരണം പീലാത്തോസെ, നിന്നെ കൊണ്ട് ഇത് എഴുതിച്ചത് നിന്നിലുള്ളവനല്ല, നിന്നെ കൊണ്ട് ഇത് എഴുതിച്ചത് ദൈവം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇവൻ പരാജിതനാണ്, ഇവൻ തകർന്നവനാണ്, ഇവൻ സകലതും നഷ്ടപ്പെട്ടവനാണ്, ഇവൻ ക്രിമിനലാണ് എന്ന് വിധിച്ച സമൂഹത്തിന്റെ നടുവിൽ 3 ഭാഷയിൽ ഒരുത്തനെ കൊണ്ട് ദൈവം എഴുതി വെപ്പിച്ചു. ദൈവത്തിന്റെ പ്രവാചകൻ എന്ന നിലയിൽ, ദൈവത്തിന്റെ അഭിഷിക്തൻ എന്ന നിലയിൽ ഞാൻ പറയുന്നു, വിവിധ ഭാഷക്കാർ, വിവിധ രാജ്യക്കാർ, വിവിധ ദേശക്കാർ നിന്റെ മേളിൽ കിടക്കുന്ന അഭിഷേകം എന്നാന്ന് തിരിച്ചറിയും. യേശുവിൻ നാമത്തിൽ വിശ്വസിക്കുന്നവരോട് ഞാൻ പറയാം, ഇത് വിശ്വസിക്കുന്നവരോടുള്ള ദൂതാണ്. പീലാത്തോസ് ഇത് എഴുതി എന്ന് പറഞ്ഞില്ലേ? ഇത് പീലാത്തോസ് എഴുതിയതല്ല, ഇത് പീലാത്തോസിനെ കൊണ്ട് സ്വർഗം എഴുതിച്ചതാ. ഇനി ഞാനൊരു കാര്യം ആത്മാവിൽ നിങ്ങളോട് സംസാരിക്കുക. തമ്പുരാൻ ഒരു കാര്യം എഴുതിച്ചാൽ പിന്നെ ഒരു പീലാത്തോസിനും അത് മാറ്റാൻ പറ്റുകയില്ല. നിനക്ക് വേണ്ടി സ്വർഗത്തിൽ ചിലത് എഴുതി വെച്ചെങ്കിൽ, നിന്റെ കുടുംബത്തിന് വേണ്ടി സ്വർഗം ചിലത് എഴുതി വെച്ചെങ്കിൽ, അതിനെ മായ്ക്കാൻ ഭരണാധികാരികൾക്ക് കഴിയില്ല, അതിനെ മായ്ക്കാൻ ശത്രുക്കൾക്ക് കഴിയില്ല, അതിനെ മായ്ക്കാൻ അസൂയക്കാരന് കഴിയില്ല, അതിനെ മായ്ക്കാൻ നിനക്ക് വിരോധമായി ഒരു സൈന്യം വന്നാലും സാധ്യമല്ല. ചിലര് പറയാറുണ്ട് അവന്റെ തലയിലെഴുത്ത് മാറിയെന്ന്. കേട്ടിട്ടുണ്ടോ അങ്ങനെ പറയുന്നേ? അവന്റെ തലയിലെഴുത്ത് മാറിയെന്ന് ചിലർ പറയും. ശരിക്കും പറഞ്ഞാൽ ഒരുത്തൻ ക്രിസ്തുവിലാകുമ്പോ അവന്റെ തലയിലെഴുത്തല്ല മാറുന്നേ, അവന് വേണ്ടി സ്വർഗം അവൻ ജനിക്കുന്നതിന് മുൻപേ എഴുതി വെച്ചത്. എടാ, നിനക്ക് വേണ്ടി ദൈവം നിന്റെ കുടുംബത്തോടുള്ള ബന്ധത്തിൽ, ശുശ്രൂഷയോടുള്ള ബന്ധത്തിൽ, നിന്റെ തലമുറയോടുള്ള ബന്ധത്തിൽ ദൈവം നിനക്ക് വേണ്ടി ചിലത് എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ, ഇനി വേറൊരുത്തൻ മന്തേലും എഴുതി വെച്ചാൽ അതൊന്നും നടക്കുന്ന പരിപാടിയല്ലേ. അതെല്ലാം ക്യാൻസൽഡ് ആണ്. ഇൻ ദ നെയിം ഓഫ് ജീസസ് അതെല്ലാം ക്യാൻസൽഡ് ആണ്. സ്വർഗം എഴുതിയതാണ്. ഇരുപത്തൊന്നാം വാക്യത്തിൽ പീലാത്തോസിനോട് ഒരു സമൂഹം, പുരോഹിതന്മാർ ഉൾപ്പെടെയുള്ള സമൂഹം വന്ന് പറയുകയാണ്, എൻ്റെ പൊന്നു സാറേ, ഈ ക്രൂശിന്റെ മേളിൽ ഈസ് എ കിങ് ഓഫ് കിങ്സ്, അല്ലെങ്കിൽ ഈസ് എ കിങ് ഓഫ് ജ്യൂസ്, ഈസ് എ കിങ്. ഇവൻ രാജാവ് എന്നല്ല എഴുതി വെക്കേണ്ടത്, ഞാൻ രാജാവാണ് എന്നിവൻ പറഞ്ഞുകൊണ്ട് നടന്നതാ. ഇപ്പൊ കണ്ടില്ലേ അവന്റെ അവസ്ഥ എന്നാണ് എഴുതി വെക്കേണ്ടത്. പീലാത്തോസ് പറഞ്ഞു, അങ്ങനെ എനിക്ക് എഴുതാൻ പറ്റിയില്ല സാറേ. എന്നാ പിന്നെ മായ്ക്ക്. അയ്യോ, അതെനിക്ക് ഇനി മായ്ക്കാനും പറ്റിയില്ല, ഞാൻ എഴുതിയതാന്ന് പറഞ്ഞു. നിന്റെ പ്രാർത്ഥനാ ഡയറിയിൽ നിനക്ക് വേണ്ടുന്ന നന്മയും വിടുതലും നീ എഴുതി വെച്ചിരിക്കുന്നതിനേക്കാൾ അധികം സ്വർഗത്തിൽ എഴുതി വെച്ചിട്ടുണ്ട് എന്ന് വിശ്വസിക്കുന്നവർ ഇതിനകത്തുണ്ടെങ്കിൽ അവരൊരു ആമീൻ പറയാൻ തയ്യാറാകൂ.
എന്തിനാണെന്നറിയോ? നിന്നെ പരസ്യമായി കളിയാക്കിയവർ, നിന്നെക്കുറിച്ച് പരദൂഷണം പറഞ്ഞവർ മറ്റാർക്കും മായ്ക്കാൻ കഴിയാത്ത നിലയിൽ നീ ആരാന്നുള്ള ബോർഡ് കാണണം. നീ ആരാന്നുള്ള ബോർഡ് ദൈവാത്മാ പറയുന്നു, സഭയോട് ദൈവം അത് കാണിക്കും. നിന്നെ പരസ്യമായി കളിയാക്കിയവരുടെ മുൻപിൽ ദൈവം നിന്നെ പരസ്യമായി മാനിക്കും. നിന്നെ ചവിട്ടിത്തേച്ച, എതിർത്ത, പുച്ഛിച്ച, പരസ്യമായി കളിയാക്കിയ, നിന്നെ എഴുതി തള്ളിയവരുടെ മുൻപിൽ എന്റെ ദൈവം നിന്നെ പരസ്യമായി എല്ലാവർക്കും കാണാവുന്ന രീതിയിൽ, ഒരു ഭാഷയിലല്ല, രണ്ട് ഭാഷയിലല്ല, വിവിധ ഭാഷക്കാരുടെ നടുവിൽ സാറേ, എന്നാ ഇത് എബ്രായ ഭാഷ മാത്രം എഴുതിയാ പോലായിരുന്നോ? ഇത് യവന ഭാഷയിലും എബ്രായ ഭാഷയിലും അരാമ്യ ഭാഷയിലും എല്ലാ ലാംഗ്വേജിലൂടെ ഇത് എഴുതി വെക്കണമായിരുന്നു. അന്ന് ആ പട്ടണത്തിൽ ഈ 3 ഭാഷക്കാരേ ഉള്ളൂ. യവനക്കാരും എബ്രായക്കാരും റോമൻകാരും, ഇവരാണ് ആ പട്ടണം മുഴുവനുള്ളത്. എന്ന് പറഞ്ഞാൽ ഒരുത്തനും തെറ്റരുത്, എല്ലാവരും അറിയണം. ഒരുത്തന് പോലും ഒഴിവില്ലാതെ ഞാൻ പ്രവചിക്കുന്നു, നിന്നെ എതിർത്ത ഒരുത്തന് പോലും ഒഴിവില്ലാതെ നീ ആരാന്ന് ദൈവം കാണിക്കും. I am releasing this. ഒരുത്തന് പോലും ഒഴിവില്ലാതെ എന്റെ ദൈവം നീ ആരാന്ന് കാണിക്കും. അടുത്തിരിക്കുന്ന ആള് പറഞ്ഞിട്ട്, സ്വർഗം എഴുതിയാൽ ആർക്കും മായ്ക്കാൻ പറ്റുകയില്ല. സ്വർഗം എഴുതിയാൽ ആർക്കും മായ്ക്കാൻ പറ്റുകയില്ല. ജനിക്കാനുള്ളവൻ ജനിച്ചിരിക്കും, പ്രവർത്തിക്കാനുള്ളവൻ പ്രവർത്തിച്ചിരിക്കും, വളരാനുള്ളവൻ വളരേണ്ട പട്ടണത്തിൽ വളർന്നിരിക്കും, ക്രൂശിൽ മരിക്കാനുള്ളവൻ ക്രൂശിൽ മരിച്ചിരിക്കും, മന്ത്രിയുടെ കല്ലറയിൽ അടക്കപ്പെടാനുള്ളവൻ മന്ത്രിയുടെ കല്ലറയിൽ തന്നെ അടക്കപ്പെട്ടിരിക്കും, ഉയർക്കാനുള്ളവൻ ഉയർത്തിരിക്കും, സ്വർഗാരോഹണം ചെയ്യാനുള്ളവൻ സ്വർഗാരോഹണം ചെയ്തിരിക്കും, മടങ്ങി വരാനുള്ളവൻ വന്നിരിക്കും. ഇതിന്റെ ഇടയ്ക്ക് കയറാൻ ഒരുത്തനും പറ്റുകയില്ലമേ. ഇത് ദൈവത്തിന്റെ സംവിധാനമാണ്. എന്തിനു വേണ്ടിയാണ് ഈ രാജാവ് ക്രൂശിതനായത്? എന്തിനു വേണ്ടിയാണ് ഈ ദൂതന്മാരുടെ ആരാധനയിൽ ഇരുന്നവൻ താണഭൂമിയിലേക്ക് ഇറങ്ങി വന്നത്? എന്തിനു വേണ്ടിയാണ് എൻ്റെ യേശു എനിക്ക് വേണ്ടി മരിച്ചത്? 2 കൊരിന്ത്യർ 5:14-15. ക്രിസ്തുവിന്റെ സ്നേഹം ഞങ്ങളെ നിർബന്ധിക്കുന്നു, എല്ലാവർക്കും വേണ്ടി ഒരുവൻ മരിച്ചിരിക്കെ എല്ലാവരും മരിച്ചുവെന്നും ജീവിക്കുന്നവർ ഇനി തങ്ങൾക്കായിട്ടല്ല തങ്ങൾക്ക് വേണ്ടി മരിച്ച് ഉയർത്തവനായിട്ട് തന്നെ ജീവിക്കേണ്ടതിന് അവൻ എല്ലാവർക്കും വേണ്ടി മരിച്ചു എന്ന് ഞങ്ങൾ നിർണയിച്ചിരിക്കുന്നു. ആ വാക്ക് എല്ലാവരോടും ഒന്ന് പറയാമോ? എല്ലാവർക്കും വേണ്ടി ഒരുവൻ മരിച്ചു. ഇനി ആ കൈ നെഞ്ചത്തോട്ട് വെച്ചിട്ട് പറഞ്ഞു, എനിക്ക് വേണ്ടി യേശു മരിച്ചു. ഹല്ലേലൂയ. അവിടെ പേരൊന്നും എഴുതിയിട്ടില്ല ദൈവദാസനെ, ഉണ്ടോ? എല്ലാവർക്കും വേണ്ടി ഒരുവൻ മരിച്ചിരിക്കേ എന്ന് പറഞ്ഞിട്ടത് കർത്താവായ യേശു ക്രിസ്തു ആണെന്നുള്ള പേരൊന്നും എഴുതിയിട്ടില്ലെന്നേ. എന്തിനാ എഴുതുന്നേ? കാരണം എല്ലാവർക്കും വേണ്ടി മരിച്ച ഒരാളേ ഉള്ളൂ. ചിലര് മരിച്ചത് അവരുടെ പാർട്ടിക്ക് വേണ്ടിയാണ്, ചിലര് മരിച്ചത്
അവരുടെ സംഘടനയ്ക്ക് വേണ്ടിയാണ്. ചിലത് ആത്മഹത്യയാണ്, ചിലത് കുലപാതകമാണ്, ചിലത് വാർദ്ധക്യ സഹജമായ മരണമാണ്, ചിലത് ആക്സിഡന്റ് ആണ്, ചിലത് മാറാ രോഗത്താൽ ഉണ്ടായ മരണമാണ്, ചിലത് സ്വാഭാവിക മരണമാണ്. ഇങ്ങനെയുള്ള മരണേ ലോകത്തിലുള്ളൂ. പക്ഷെ എല്ലാവർക്കും വേണ്ടി, എല്ലാവർക്കും വേണ്ടി, സകല മനുഷ്യർക്കും വേണ്ടി മരിച്ച ഒരുവനേ ഉള്ളൂ. അതാ ഇന്ന് ഞാൻ പ്രസംഗിക്കുന്ന യേശുവാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് 15-ാമത്തെ വാക്യം നോക്കിയേ. ജീവിക്കുന്നവർ ഇനി തങ്ങൾക്കായിട്ടല്ല, തങ്ങൾക്ക് വേണ്ടി, എനിക്ക് വേണ്ടി, പറഞ്ഞേ, എനിക്ക് വേണ്ടി മരിച്ച് ഉയർത്തവനായിട്ട് തന്നെ ജീവിക്കേണ്ടതിന് അവൻ എല്ലാവർക്കും വേണ്ടി മരിച്ചു എന്ന് ഞങ്ങൾ നിർണയിക്കുന്നു. യേശുവിൻ്റെ മരണം ഒരു സാധാരണ മരണമല്ല, അതൊരു പകരമരണമാണ്. എന്ന് പറഞ്ഞാൽ എന്നാ? പ്രായശ്ചിത്ത മരണം. എനിക്ക് വേണ്ടി മരിച്ചത്. റോമർ 3:25. വിശ്വസിക്കുന്നവർക്ക് അവൻ തന്റെ രക്തം മൂലം പ്രായശ്ചിത്തമാകാൻ ദൈവം അവനെ പരസ്യമായി നിർത്തി. കണ്ടോ? വാ കൊണ്ട് പറഞ്ഞ് യേശുവിന്റെ മരണം പ്രായശ്ചിത്ത മരണമാണ്. എൻ്റെ ശാപം മാറാൻ, എൻ്റെ രോഗം സൗഖ്യമാകാൻ, എനിക്ക് നിത്യജീവൻ ഉണ്ടാകാൻ, ഞാൻ ദൈവത്തിൻ്റെതായി മാറാൻ, എൻ്റെ വീട്ടിൽ വിടുതൽ നടക്കാൻ, അതിനു വേണ്ടി ഇനി ഒരു കോഴിയും കുറുക്കനും ചാകണ്ട, ഒരാടും മാടും മരിക്കണ്ട. അതിനു വേണ്ടി ഒരു കുഞ്ഞാട് അറുക്കപ്പെട്ടിട്ടുണ്ട്. അത് നമ്മുടെ പെസഹ കുഞ്ഞാടായ യേശു ക്രിസ്തുവാണ്. അതെന്നാ എന്നെ പ്രായശ്ചിത്ത മരണമായിരുന്നു എന്നായി പറയുന്നത്. ഒരു കോഴിയെ കൊണ്ടുവന്ന് പ്രായശ്ചിത്തം കൊടുക്കുമ്പോൾ ഭൂകമ്പം ഉണ്ടാവൂ? ആകാശം ഇരുണ്ടിട്ടുണ്ടോ? തിരശീല രണ്ടായി കീറിയിട്ടുണ്ടോ? കല്ലറ തുറന്ന് മരിച്ച വിശുദ്ധന്മാർ ഉയർത്തിട്ടുണ്ടോ? പറ. യേശു ക്രൂശിൽ യാഗമായപ്പോൾ, ആ പ്രായശ്ചിത്ത മരണം നടക്കുമ്പോൾ ഭൂമി ഇരുണ്ടു, ഭൂചലനമുണ്ടായി, ദേവാലയത്തിന്റെ തിരശീല മുകളിൽ നിന്ന് രണ്ടായി കീറി, കല്ലറയിലുള്ള വിശുദ്ധന്മാർ ഉയർത്തു. റോമർ 3:25 യേശുവിൻ്റെ മരണം പകരമരണമായിരുന്നെന്നും പ്രായശ്ചിത്ത മരണമായിരുന്നെന്നും വ്യക്തമാക്കി കുറച്ചുകൂടെ നല്ലോണം അത് പറഞ്ഞേക്കുന്നത് 1 യോഹന്നാൻ 2:1 അവൻ നമ്മുടെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തമാകുന്നു, നമ്മുടേതിന് മാത്രമല്ല സർവ്വലോകത്തിന്റെയും പാപത്തിന് തന്നെ. സർവ്വലോകത്തിന്റെയും പാപത്തിന് തന്നെ. പറഞ്ഞ യേശു എന്റെ പാപത്തിന് പ്രായശ്ചിത്ത മരണം വഹിച്ചു. ഹല്ലേലൂയ. എനിക്ക് പകരമായി ക്രിസ്തു മരിച്ചു. ഓ ജീസസ്. ഡിക്ലെയർ ഇറ്റ്, ക്ലെയിം ഇറ്റ്. എനിക്ക് പകരമായി ക്രിസ്തു അത് ചെയ്തെങ്കിൽ, ഞാൻ മരിക്കേണ്ടടുത്ത് അവൻ എനിക്കായി മരിച്ചെങ്കിൽ, എൻ്റെ മരണം നീങ്ങി എനിക്ക് ജയം വന്നു. പറഞ്ഞ്, എൻ്റെ മരണം നീങ്ങി എനിക്ക് ജയം വന്നു. കർത്താവിൻ്റെ ദാസൻ ജിജി മോഹൻ പാസ്റ്റർ എനിക്ക് ഈ മൈക്ക് പിടിച്ചു തന്നാൽ, എനിക്ക് പിന്നെ ഈ മൈക്ക് പിടിക്കണം, വേണം. എനിക്ക് ആ സഹോദരൻ ഈ വെള്ളം ഗ്ലാസ്സിൽ എടുത്തുകൊണ്ട് വന്ന് ഇവിടെ കുടിക്കാൻ വെച്ച് തന്നാൽ, എനിക്കിനി വെള്ളം എടുക്കാൻ പോണോ? എനിക്ക് പകരമായി എൻ്റെ കർത്താവ് ക്രൂശിൽ മരിച്ചെങ്കിൽ, വാ കൊണ്ട് പറയണം, ഏ മരണമേ, നിന്റെ ജയം എവിടെ?
മരണമേ, നിന്റെ വിഷമുള്ളവിടെ. പാപത്തിന്റെ ശമ്പളം മരണം, എന്നാൽ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം നമുക്ക് ജയം നൽകുന്ന ദൈവത്തിന് സ്തോത്രം. പ്രായശ്ചിത്ത മരണം, പകരമരണം, എബ്രായർ 2:17. അതുകൊണ്ട് ജനത്തിന്റെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തം വരുത്താൻ അവൻ കരുണയുള്ളവനും ദൈവകാര്യത്തിൽ വിശ്വസ്ത പുരോഹിതനും ആകേണ്ടതിന് സകലത്തിലും അവൻ തൻ്റെ സഹോദരന്മാരുടെ സദൃശ്യനായി തീരുവാൻ ആവശ്യമായി തീർന്നു. ചേർന്നൊരാമീൻ പറഞ്ഞേ. പ്രായശ്ചിത്ത മരണം എൻ്റെ കർത്താവ് എനിക്ക് വേണ്ടി വഹിച്ചത്. ബൈബിൾ പറയുന്നവൻ വിശ്വസ്ത പുരോഹിതൻ. പറഞ്ഞേ, വിശ്വസ്ത പുരോഹിതൻ. കാരണം പഴയ നിയമം വായിക്കുമ്പോൾ ഈ ആടിനെയും ഒക്കെ യാഗം കഴിക്കേണ്ടത് പുരോഹിതനാണ്. എന്നാൽ ക്രിസ്തു തന്നെ വിശ്വസ്ത പുരോഹിതനായി ഈ ഭൂമിയിലേക്ക് വന്ന ആ പുരോഹിതൻ തന്നെ നമുക്ക് വേണ്ടി യാഗമായി. എന്നിട്ട് ബൈബിൾ നമ്മളോട് പറയുന്നൊരു സത്യമുണ്ട്, ഒരിക്കലായി എന്നേക്കുമായി ക്രിസ്തു നമുക്ക് വേണ്ടി ക്രൂശിതൻ. പറഞ്ഞേ, എന്നെ വിടുവിച്ചത് ഒരു മാസത്തേക്കല്ല, ഒരിക്കലായി എന്നേക്കുമായി. എന്നേക്കുമായി ക്രിസ്തുവിന്റെ രക്തത്താൽ വിടുവിക്കപ്പെട്ട, ശാപം മാറിയ, അനുഗ്രഹിക്കപ്പെട്ട ദൈവമക്കളൊന്ന് കൈകൾ അടിച്ച് കർത്താവിന് നന്ദി. എന്നേക്കുമായി I receive it, the everlasting blessing. It's an everlasting blessing because I am serving the everlasting Father. ഇടയ്ക്കിടയ്ക്ക് സംശയിക്കരുത്. കൈ കൊടുത്ത് പറഞ്ഞേ, ഇടയ്ക്കിടയ്ക്ക് ആവശ്യമില്ലാത്തതൊന്നും ചിന്തിക്കരുതെന്ന് പറഞ്ഞു. ഇപ്പോഴോ ക്രിസ്തുവേശുവിൽ ഉള്ളവർക്ക് ഒരു ശിക്ഷാവിധിയും ഇല്ല. ഒരിക്കലായി എന്നേക്കുമായി. കൈ ഉയർത്തി പറഞ്ഞ്, എന്നേക്കുമായി യേശുവിൻ്റെ രക്തം എന്നെ വിടുവിച്ചു. ഹല്ലേലൂയ. ദൈവിക ശാപം 3 തലമുറ മേൽ വരുമ്പോൾ ഒരിക്കലായി എന്നേക്കുമായി വിടുവിക്കപ്പെട്ടവന്റെ അനുഗ്രഹം 1000 തലമുറയുടെ മേലിലേക്ക്. 1000 തലമുറ, 1000 ജനറേഷൻ. എന്തിനായിരുന്നു ആ പ്രായശ്ചിത്ത മരണം? കൊലോസ്യർ 2:14. അതിക്രമങ്ങളൊക്കെയും നമ്മോട് ക്ഷമിച്ച ചട്ടങ്ങളാൽ നമുക്ക് വിരോധവും പ്രതികൂലവുമായിരുന്ന കൈയെഴുത്ത് മായ്ച്ച് ക്രൂശിൽ തറച്ച് നടുവിൽ നിന്ന് നീക്കിക്കളഞ്ഞു. പിശാച് നിനക്കെതിരെ എഴുതി വെച്ച നീ തോറ്റുപോയി എന്നുള്ള എല്ലാ സർട്ടിഫിക്കറ്റും കീറിക്കളഞ്ഞു. അങ്ങനെ കീറിക്കളഞ്ഞാൽ പിന്നെ എടുത്തോണ്ട് വരാം. കീറിക്കളഞ്ഞൊന്നുമില്ല, അതിനകത്ത് എഴുതിയിരുന്ന എല്ലാം മായ്ച്ചു കളഞ്ഞു. ഈ കീറിക്കളഞ്ഞത് ഒട്ടിക്കാം, മറച്ചു വെച്ചത് പിന്നെ എടുത്തോണ്ട് വരാം. പക്ഷെ ഒരു സാധനം മായ്ച്ചു കളഞ്ഞാൽ പിന്നെ അത് എടുത്തോണ്ട് വരാൻ പറ്റുകയില്ല. ശാപം, രോഗം, കടം, ആത്മഹത്യ, തിന്മകൾ, വീഴ്ചകൾ, സകല പൈശാചിക ശക്തികൾ, നിനക്കെതിരെ എഴുതപ്പെട്ട സകല തിന്മകളും കർത്താവ് തന്റെ രക്തത്താലെ മായ്ച്ചു കളഞ്ഞു. ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ചില ഭവനങ്ങൾക്കകത്ത് ഇന്ന് പകൽ ഭയങ്കര വിടുതലുകൾ നടക്കുക. മായ്ച്ചു കളഞ്ഞു. വെള്ളി പൊന്ന് അഴിഞ്ഞു പോകുന്ന വസ്തുക്കൾ കൊണ്ടല്ല അവൻ എന്നെ വീണ്ടെടുത്തത്. ക്രിസ്തു എന്ന നിഷ്കളങ്കവും നിർദോഷവുമായ കുഞ്ഞാടിന്റെ വിലയേറിയ രക്തത്താൽ. നിങ്ങളോ അന്ധകാരത്തിൽ നിന്ന് തൻ്റെ അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ചവന്റെ സൽഗുണങ്ങളെ ഘോഷിക്കുവാൻ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജാതിയും രാജകീയ പുരോഹിത വർഗവുമാകുന്നു. അത്ഭുത പ്രകാശത്തിലേക്ക് വന്ന എത്ര പേരുണ്ട് ഇവിടെ? Marvelous light. We are in the marvelous light. നമ്മൾ ഇപ്പോൾ ഇരിക്കുന്നത് ഒരു അത്ഭുത പ്രകാശ വലയത്തിലാണ്. പൈശാചിക ശക്തികൾക്ക് നോക്കാൻ കഴിയാത്ത നിലകളിലുള്ള marvelous light. I am seeing in my spirit
That marvelous light is shining in you. ആ അത്ഭുത പ്രകാശം നിന്നെ വലയം ചെയ്തിരിക്കുന്നു. സഭയെ, കുടുംബമേ, ആ അത്ഭുത പ്രകാശം നിന്റെ വീടിനെ വലയം ചെയ്തിരിക്കുന്നു. It's a marvelous light. വ്യർത്ഥവും പിതൃപാരമ്പര്യവുമായുള്ള നിങ്ങളുടെ നടപ്പിൽ നിന്ന് നിങ്ങളെ വീണ്ടെടുത്തത് 1 പത്രോസ് 1:19 പൊന്നു വെള്ളി അഴിഞ്ഞു പോകുന്ന വസ്തുക്കളല്ല, എല്ലാ പാരമ്പര്യ രോഗങ്ങളും. 18ാമത്തെ വാക്യം നോക്കിയേ. വ്യർത്ഥവും പിതൃപാരമ്പര്യവും. ക്രിസ്തുവിലായ സഹോദര, ക്രിസ്തുവിലായ സഹോദരി, യേശുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ദൈവവേദലേ, ആ കണ്ണിക്കകത്തുനിന്ന് ദൈവം നിന്നെ പൊട്ടിച്ചെടുത്തു. You are not there. You are not there. നീ ഇപ്പോൾ അവിടെ ഇല്ല. നീ ഇപ്പോൾ ആ ഹെറിറ്റേജിനകത്തില്ല. നീ ഇപ്പോൾ ആ പാരമ്പര്യത്തിലില്ല. Because you are born again. You are the child of God. You are born again. Hallelujah. Hallelujah. Amen. Now you are in the kingdom of God. The Spirit of the Lord is dwelling in you. The hope of glory is dwelling in you. നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമെന്നും ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നെന്നും നിങ്ങൾ അറിയുന്നില്ലയോ? മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു നിന്നിൽ വസിക്കുന്നു. ഞാനിപ്പോൾ ആ പഴയ പാരമ്പര്യത്തിനകത്ത് കിടക്കുന്ന ആ രോഗക്കാരനല്ല, രോഗക്കാരി അല്ല. എന്റെ യേശുവിന്റെ രക്തം എന്നെ അതിൽ നിന്ന് പൊട്ടിച്ചെടുത്തു. ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ചിലരുടെ മേളിൽ സൗഖ്യങ്ങൾ ഉണ്ടാകുക, ചില പാരമ്പര്യ രോഗങ്ങൾ അവരെ വിട്ടുപോകുകയാണ്. The Christ is in you and you are in Christ. ക്രിസ്തു നിങ്ങളിലുണ്ട്, നിങ്ങൾ അവനിലുണ്ട്. നിങ്ങൾ എന്നിലും എൻ്റെ വചനം നിങ്ങളിലും വസിച്ചാൽ നിങ്ങൾ വളരെ ഫലമുള്ളവരാകും. ക്രിസ്തു ഇപ്പോൾ നിങ്ങളിലുണ്ട്, നിങ്ങളിപ്പോൾ അവനിലുണ്ട്. അവനും നിങ്ങളും ഒന്നാണ്. പിതാവേ, ഞാനും നീയും ഒന്നായിരിക്കുന്നത് പോലെ. എന്റെ അകത്ത് ആ വേർഡ് ഇങ്ങനെ നിൽക്കുകയാണ്. നിങ്ങളോ അന്ധകാരത്തിൽ നിന്ന് അത്ഭുത പ്രകാശത്തിലേക്ക്. Marvelous light, marvelous light. Oh, in the name of Jesus. ഈ അത്ഭുത പ്രകാശത്തെ പൊട്ടിക്കാൻ, ഇതിനകത്ത് കയറി വന്ന് അടിക്കാൻ. Because of Jesus' death, cancel the legal demands of the law against us. All the legal demands is cancelled. 2 വര വരച്ച് ചെക്കിനകത്ത് ക്യാൻസൽഡ് എന്ന് എഴുതിയ നീ ഇനി അത് ഏത് ബാങ്കിൽ കൊടുത്താലും മാറുകയില്ല. That check is cancelled. ഇനി അതിനകത്തുനിന്ന് 1 നയാ പൈസ വിഡ്രോ ചെയ്യാൻ പറ്റത്തില്ല. പിശാചേ, your check is cancelled. Your all legal demands is cancelled through the blood of Jesus. എന്തോ വാദിക്കുന്നേ? എന്നാ വാദിക്കാനാ? ആരാ വാദിക്കുന്നേ? എനിക്കെതിരെ വാദിക്കുന്ന ശക്തി, എനിക്കെതിരെ വാദിച്ചു നിൽക്കുന്ന പിശാചേ, എന്ത് വാദം? Your all case is cancelled. കോർട്ടിലിരിക്കുന്ന ജഡ്ജിയായ പിതാവായ ദൈവത്തോടാണോ പിശാചേ നീ ഇവന്റെ കാര്യം പറഞ്ഞ് വാദിക്കാൻ നിൽക്കുന്നേ? ജഡ്ജിയാകുന്ന പിതാവായ ദൈവം പറയും, that file is closed.
That file is closed. ന്യായപ്രമാണമെന്ന കടപ്പത്രത്തെ മാറ്റി എനിക്കെതിരെ ന്യായപ്രമാണമുണ്ടാക്കിയ നിയമപരമായ ആവശ്യങ്ങളെ റദ്ദ് ചെയ്ത് എന്നെ ലോയ്ക്കകത്തുനിന്ന് ലവിനകത്ത് കൊണ്ടുവന്നു. ഞാനിപ്പോൾ നിൽക്കുന്നത് ലോയിലല്ല, ഞാനിപ്പോൾ നിൽക്കുന്നത് ലവിലാണ്. നിന്റെ അടുത്തിരിക്കുന്ന ആൾ ഇപ്പോഴും നിന്നെ ലോയിലായിരിക്കും നോക്കുന്നേ, പക്ഷെ നീ നിൽക്കുന്നത് ആ ലവിലാണ്. That love is great. The love never fails. The love never changes. In the name of Jesus. That love never fails. That love never changes. That is an unconditional love. Amen. That's an unconditional. എല്ലാ കുറ്റബോധത്തിന്റെ പിശാചം വിട്ടുപോട്ടെ. I'm in Christ. Christ is in me. Lord, I am in you. You are in me. Be one in Christ. I'm completed in Christ. I'm perfect in Christ. I'm a saint in Christ. Because the marvelous light is surrounding me. That marvelous light. വായിച്ചാൽ മതി റോമർ 7:9-10. ഒരു കാലത്ത് ന്യായപ്രമാണം കൂടാതെ ജീവിച്ചിരുന്നു. ഇങ്ങനെ ജീവനായി ലഭിച്ചിരുന്ന കൽപ്പന, 10ാമത്തെ വാക്യം, എനിക്ക് മരണഹേതുവായി തീർന്നു എന്ന് ഞാൻ കണ്ടു. ഇങ്ങനെ ജീവനായി ലഭിച്ചിരുന്ന കൽപ്പന എനിക്ക് മരണഹേതുവായി ഞാൻ കണ്ടു. നിങ്ങൾക്കറിയാമോ, ഈ വലിയ കടമൊക്കെ മേടിച്ചാൽ ഈ കടം മേടിക്കുന്ന ആള് പ്രോമിസറി നോട്ട് കൊടുക്കും. പ്രോമിസ് ചെയ്ത ഒരു പറയുന്നൊരു ഡീഡ്, ഇത്രാം തീയതിക്കകം ഞാൻ ഈ പൈസ തരാം, അല്ലെങ്കിൽ എൻ്റെ വീടും എല്ലാം നിങ്ങൾക്ക് എടുക്കാം. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ മേൽ നിന്ന ന്യായപ്രമാണത്തിൻ്റെ കടം, ലോ, ആ പ്രൊമിസറി നോട്ട്, പിശാച് എഴുതി വെച്ചത്, മനുഷ്യൻ എഴുതി വെച്ച ലോ, യേശു കർത്താവ് വാസ്തവമായി ഡിസ്ട്രോയ് ചെയ്തു. അത് എബ്രായർ 2:14-15. ആകിയാൽ ദൈവപുത്രനായ യേശു ആകാശത്തിൽ കൂടി കടന്നുപോയൊരു ശ്രേഷ്ഠ മഹാപുരോഹിതനായി നമുക്കുള്ളത് കൊണ്ട് നാം നമ്മുടെ സ്വീകാര്യം മുറുകെ പിടിച്ചുകൊള്ളുക. എല്ലാവരും പറഞ്ഞ യേശു എനിക്കുള്ളത് കൊണ്ട്. യേശു എനിക്കുള്ളത് കൊണ്ട്. 15ാമത്തെ വാക്യത്തിൽ ബൈബിൾ പറയുന്നു, നമുക്കുള്ള മഹാപുരോഹിതൻ നമ്മുടെ ബലഹീനതയിൽ സഹതാപം കാണിക്കാൻ കഴിയാത്തവനല്ല, പാപമൊഴികെ സർവത്തിലും നമുക്ക് തുല്യനായി പരീക്ഷിക്കപ്പെട്ടവനത്രേ. ബലഹീനതകളുള്ളവരൊക്കെ ഒന്ന് കൈ ഉയർത്തി. എന്തേലുമൊക്കെ ബലഹീനതകളുള്ളവർ, നിന്റെ ബലഹീനത നീ ആരോടും പറയരുത് കേട്ടോ. നിന്നെ ചവിട്ടി തേച്ച് നശിപ്പിച്ചു കളയും. പക്ഷെ നീ പറയാതെ തന്നെ നിന്റെ ബലഹീനതകളെ അറിയുന്നൊരു ദൈവം നിന്റെ അരികിൽ വന്നിട്ട് പറയുന്നു, I will help you. ഞാൻ ഇത് ഓവർകം ചെയ്യാൻ നിന്നെ സഹായിക്കാം. അതുകൊണ്ട് അടുത്ത വാക്യം പറയുന്നത്, കരുണ ലഭിക്കാൻ തക്ക സമയത്ത് സഹായിക്കാനുള്ള കൃപ പ്രാപിക്കാൻ നമുക്ക് ധൈര്യത്തോടെ കൃപാസനത്തിന് അരികിലേക്ക് ഓടിവാ. എവിടെങ്കിലും കുറവുണ്ടായോ ഓടിവാ. യേശു വിളിക്കുന്നു. നിനക്ക് എവിടെങ്കിലും വീഴ്ചയുണ്ടായോ നീ തിരിച്ചു പോകാതെ ഓടിവാ. Come.